മുട്ടൽ മരമുറി വഞ്ചന കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന പുതിയ തീയതി കോടതി ഇന്ന് തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം ഒരു പ്രതി മാത്രം കോടതിയിൽ ഹാജരായത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കാമെന്ന പ്രതികളുടെ അപേക്ഷയിലും തീരുമാനം ഇന്നുണ്ടായേക്കും. ചോറ്റാനിക്കര കോടതിയുടെ അധികാര പരിധിയിൽ വിചാരണ സാധ്യമല്ല എന്ന പ്രതികളുടെ വാദത്തിലും ഇന്ന് ഉത്തരവ് വന്നേക്കും. ഡാനി പോളിന്റെ വിശദാംശങ്ങളുമായി. ഡാനി, ഇന്നലെ 3 പ്രതികളിൽ ഒരാൾ മാത്രം ഹാജരായത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. എന്തുകൊണ്ട് പ്രതികൾ വന്നില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇന്ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുമ്പോഴേക്കും എന്തൊക്കെ പ്രതീക്ഷിക്കണം, മാത്രമല്ല വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കാമെന്ന പ്രതികളുടെ ആവശ്യം അതെങ്ങനെയായിരിക്കും, അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവുക? ഹരി, ഈ കേസിലെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വിമർശനം ഏറ്റിരുന്നു. കാരണം ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ചോറ്റാനിക്കര കോടതിയുടെ പരിധിയിൽ നിന്ന് ഇത് മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. മാത്രവുമല്ല, ഇതിൽ വീഡിയോ കോൺഫറൻസ് വഴി പരിഗണിക്കണം തുടങ്ങിയ അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതി അടക്കം സമീപിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഹൈക്കോടതി ഇതിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉയർന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് വിചാരണ കോടതിയെ സമീപിക്കാനും പ്രതികൾ ഹൈക്കോടതിയല്ല സമീപിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഈ പ്രതികൾ കോടതിയിൽ ഹാജരാകാതിരുന്നതിനെയും ഹൈക്കോടതി വിമർശനത്തോടെയാണ് കണ്ടത്. കാരണം വിചാരണ കോടതിയിൽ പ്രതികൾ ഹാജരാകാതിരുന്നു. ഇന്നലെ ഒരു പ്രതി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ മാത്രമാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾ ഹാജരായത്. അപ്പോൾ അത് ശരിയായ നടപടിയല്ല, നിങ്ങൾ ഇതിന് വിചാരണ കോടതിയാണ് സമീപിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പറയുകയും ചെയ്തതോടെയാണ് ഇത് പൂർണ്ണമായും തന്നെ ചോറ്റാനിക്കര കോടതിയുടെ നിലപാടിലേക്ക്, ചോറ്റാനിക്കര കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തീരുമാനിക്കുന്നു, മജിസ്ട്രേറ്റ് കോടതി എന്ത് തീരുമാനിക്കുന്നു അതാണ് അനുസരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്. ഇന്ന് ചോറ്റാനിക്കര കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. പരിഗണിക്കുമ്പോൾ പ്രധാനമായും തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ അപേക്ഷകളും ഇതോടൊപ്പം തന്നെയുണ്ട്. ഒന്ന്, ആദ്യത്തെ അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ഈ വിചാരണ നടപടികൾ ഓൺലൈനിലാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് നിർണായകം. ഹരി, കോടതിയുടെ തീരുമാനത്തിലേക്ക് തന്നെയാണ് നിർണായകമായി മാറുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.